പട്ടികയിൽ 4 പേർ തിരുവനന്തപുരം സ്വദേശികൾ. മലപ്പുറത്ത് ക്ഷേത്ര ദർശനത്തിന് പോയവരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. നിപ്പ ബാധിച്ചു മരിച്ച കുട്ടി ചികിത്സയിലായിരുന്ന ആശുപത്രിയിൽ ഇവർ പോയിരുന്നു. ഇവരിൽ 2 പേർക്ക് ചെറിയ തോതിൽ പനി ലക്ഷണങ്ങളുണ്ട്. മഹേഷ് ചന്ദ്രയുടെ വിശദാംശങ്ങളുമായി. മഹേഷ്, ഈ 4 പേർ സമ്പർക്ക പട്ടികയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അവർക്ക് എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? അവർ നിരീക്ഷണത്തിൽ തുടരുകയാണോ? എന്താണ് മറ്റു വിവരങ്ങൾ? തിരുവനന്തപുരം സ്വദേശികളായ 4 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇവർ നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയെ പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ പോയിരുന്നു. ഇവരൊരു ക്ഷേത്ര ദർശനത്തിന് വേണ്ടി മലപ്പുറത്ത് പോയവരാണ്. അവിടെ വെച്ച് അവരെല്ലാവർക്കും അസുഖം വന്നതിനെ തുടർന്നാണ് അവർ ആശുപത്രി ചികിത്സ എത്തിയത്. അതേസമയം ഈ നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ സമ്പർക്ക പട്ടികയിലെത്തിയത്. ആ 4 പേരിൽ ഒരു കുടുംബത്തിലെ 3 പേരും വാഹനമോടിച്ച ഡ്രൈവറുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ആ 3 പേരിൽ 2 പേർക്ക് ചില പനി ലക്ഷണങ്ങളുണ്ട്. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ പ്രത്യേക പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ള നിരീക്ഷണത്തിലാണ്. RT-PCR ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആതിര. മഹേഷ്, ഒരു അല്പം ആശങ്കയുള്ളൊരു സാഹചര്യം തന്നെയാണ്. എത്തരത്തിലാണ് ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുന്നത്? എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ളത്? ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. പരിഭ്രാന്തിയുടെയും ആശങ്കയുടെയും കാര്യമില്ല. ഇത്തരത്തിലേക്ക് സമ്പർക്ക പട്ടികയിലുള്ളവരെ കണ്ടെത്തി അവർക്ക് രോഗലക്ഷണമുണ്ടെങ്കിൽ അവരെ മാറ്റി പ്രത്യേക ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിക്കൊണ്ട് അവർക്ക് ചികിത്സ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് പനിയുടെ ലക്ഷണങ്ങളുണ്ട്, 2 പേർക്കുണ്ടെങ്കിൽ പോലും അത് നിപ്പ ബാധയായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്തായാലും. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ നിരീക്ഷണങ്ങൾ അവർ കർശനമാക്കിയിട്ടുണ്ട്. ഈ 4 പേർക്കും എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ 2 പേർക്ക് ചില രീതിയിൽ പനിയുണ്ടായിരുന്നു. അവർക്ക് ഇന്ന് സ്രവ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് 2 പേരുടെ കാര്യത്തിലും സ്രവം ശേഖരിച്ചിട്ടുണ്ട്. അത് RT-PCR ടെസ്റ്റ് നടത്തി കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനാണ് ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത്. പരിഭ്രാന്തിയുടെ കാര്യമില്ല, ജാഗ്രത മതി എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. ആതിര. ശരി, നിപ സമ്പർക്ക പട്ടികയിൽ 4 പേർ തിരുവനന്തപുരം സ്വദേശികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ നിരീക്ഷണത്തിലാണ്. ചെറിയ തോതിൽ ഇതിൽ 2 പേർക്ക് ലക്ഷണങ്ങളുണ്ട് എന്നുള്ളത് അല്പം ആശങ്ക നൽകുന്ന കാര്യമാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മഹേഷ് ചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന്.